Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Hey guys, ഞാൻ റിമാൻ ഷറോ and this is my YouTube channel. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ആം റെസ്ലിംഗ്, എന്താണ് ആം റെസ്ലിംഗ്. അപ്പോൾ ഈ ആം റെസ്ലിംഗ് ഓർ പഞ്ചഗുസ്തി എന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിൽ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ നാട്ടുമ്പുറങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മേശ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് റൂമുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു നീളൻ ഡെസ്ക്, അതിലിതാ കൈ ഇങ്ങനെ വയ്ക്കുന്നു, ഈ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ട് ഇങ്ങനെ വയ്ക്കുന്നു, റിസ്റ്റ് സ്ട്രൈറ്റ് വയ്ക്കുന്നു, നമ്മൾ ബോഡി എല്ലാം ബാക്കിൽ വെച്ചിട്ട് ബോഡി മൂവ് ചെയ്യാണ്ട് ഇങ്ങനെ മാത്രം അടിക്കുന്നതാണ് നിങ്ങളെ മൈൻഡിൽ ആം റെസ്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആം റെസ്ലിംഗ് ഓർ പഞ്ചഗുസ്തി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ആണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇതിലിപ്പോ ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഒരു നാടൻ രീതിയിലായിരിക്കില്ല ഈ ഇവന്റ് ഒരിക്കലും. അപ്പോൾ ഇതിന്റെ നിയമങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുമായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്സ്റ്റ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം സ്റ്റുഡൻസ് എല്ലാവരും ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതൊരു ഇന്റർനാഷണൽ സ്പോർട്സ് ആണ്, ഇങ്ങനെ ഒരു മത്സരം ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്നുണ്ടെന്ന് മിക്കുള്ളവർക്കും അറിയത്തില്ല. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ തന്നെ ആം റെസ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോട്ട് വിടുന്നത്, അതായത് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ, ഏഷ്യൻസ്, വേൾഡ്, ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് നമ്മളെ പ്ലേയേഴ്സിനെ സെറ്റാക്കി എടുക്കാനായിട്ട് 3 ഫെഡറേഷൻസ് നമ്മളെ ഇന്ത്യയിലുണ്ട്. അതിലൊന്ന് പാഫി എന്ന് പറയുന്നത്, PAFI. പാഫി എന്ന് പറയുമ്പോൾ പീപ്പിൾസ് ആം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. പിന്നെ വരുന്നത് BCAI ആണ്, അത് ബോർഡ് ഓഫ് കണ്ടക്ട് ഓഫ് ആം റെസ്ലിംഗ് ഇൻ ഇന്ത്യ. പിന്നെ വരുന്നത് IAF, ഇന്ത്യൻ ആം റെസ്ലിംഗ് ഫെഡറേഷൻ. അപ്പൊ ഈ 3 ഫെഡറേഷൻ വഴിയാണ് നമ്മൾ ആം റെസ്ലിംഗ് മാച്ചസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ 3 ഫെഡറേഷൻ, ഇന്ത്യയിൽ ഉള്ള 3 ഫെഡറേഷനെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞത്. ഒഫീഷ്യലായിട്ട് ഇന്റർനാഷണൽ ലെവലിലോട്ട് നമ്മളെ വിടാനായിട്ട് ഉള്ള 3 ഫെഡറേഷൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് കൂടാതെ നമ്മളിപ്പോൾ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ കേരള ലെവലിൽ തന്നെ ഓപ്പൺ മാച്ചസ് സംഘടിപ്പിക്കാറുണ്ട്. ഓപ്പൺ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസമായിട്ട് ഇങ്ങനെ ഇന്ന വെയിറ്റ് കാറ്റഗറി, അത് നടത്തുന്ന ആരാണോ അവർക്ക് തീരുമാനിക്കാം. വെയിറ്റ് കാറ്റഗറി ആയാലും ഏജ് കാറ്റഗറി ആയാലും അവർക്ക് തീരുമാനിക്കാം. അങ്ങനെ ക്യാഷ് പ്രൈസിന് ഫസ്റ്റ് ഇത്ര, സെക്കൻഡ് ഇത്ര എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പ്രൈസിന് അവർ 1-2 ദിവസത്തിനായിട്ട് സെറ്റ് ചെയ്യുന്ന മാച്ചസ് ആണ് ഓപ്പൺ മാച്ചസ്. അപ്പോൾ ഈ ഓപ്പൺ മാച്ചസ് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ മാച്ചസിന് ഇറങ്ങി അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഒഫീഷ്യൽ മാച്ചസിന് ഒരുപാട് അത് ഇമ്പ്രൂവ് ആയിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ടായാലും ഇപ്പോൾ ആ ഒരു ഒഫീഷ്യൽ മാച്ചസിന് ഇടയിലായിട്ട് ഈ ഓപ്പൺ മാച്ചസിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നമ്മളെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇതാണ് നമ്മുടെ ആം റെസ്ലിംഗ് ടേബിൾ. അപ്പോൾ ആം റെസ്ലിംഗ് മാച്ചസ് എല്ലാം നടക്കുന്നത് ഇതുപോലുള്ള ടേബിളുകളിലായിരിക്കും. Head to my toes, you said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you see things, realize something needs change. Cause I know you got me f***ed up, let me show you what's up. Cause enough is enough. രണ്ട് സൈഡിൽ എന്തിനാണ് ഇങ്ങനെ കമ്പി വെച്ചേക്കുന്നത്, പിന്നെ ഈ സൈഡ് പാഡ് എന്തിനാണ്, ഈ എൽബോ പാഡ് എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ ആം റെസ്ലിംഗിനെ പറ്റി അധികം അറിഞ്ഞുകൂടാത്തവർക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മൈൻഡിൽ കാണും. അപ്പോൾ ആ സംശയം എല്ലാം തീർക്കാനായിട്ട് അടുത്തതായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസ് നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ടേ.